വണ്ടി എടുത്തതിന് ശേഷമുള്ള എക്സ്പെൻസ്, നമുക്ക് ഈ ചാർജിങ്ങിൻ്റെ എക്സ്പെൻസ് അല്ല, നമുക്ക് ഈ സർവീസ് സെൻറ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഓരോ സർവീസിനും ഉള്ള എക്സ്പെൻസ് എങ്ങനെയൊക്കെ എന്നാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഏകദേശം ഇത് 4 ഇതായി. ഇപ്പോൾ 4 നമുക്ക് എത്ര എമൗണ്ട് ആയി കാണും? 4th സർവീസ് അല്ലേ? 4 സർവീസായി. ഫസ്റ്റിലത്തെ 2 സർവീസ് ഫ്രീ ആയിരുന്നു. അതിനുശേഷം 3rd സർവീസ് ഹൈദരാബാദിൽ നിന്നാണ് ചെയ്തത്. അപ്പോഴത്തേക്കും അവരതിൽ കുറേ വീൽ അലൈൻമെൻറ്റ്, വാഷിങ്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, വിൻഷീൽഡിൻ്റെ ഷാമ്പു, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് അവരൊരു 2,900 രൂപയുടെ ബില്ല് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് 2,900 ബില്ല് അടിച്ചത് നമ്മളത് അറിയാമല്ലോ. നമ്മൾ നോർത്തിലോട്ട് പോയപ്പോൾ നമുക്ക് ആർക്കും അവിടുത്തെ ഭാഷയും കാര്യങ്ങളൊന്നും നമുക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. ഇവിടെ നമ്മൾ പോയപ്പോൾ ഫസ്റ്റ് 2 സർവീസ് കഴിഞ്ഞാണല്ലേ പോയത്? സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ട് പോവുകയാണ്. പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് ഈ കറക്റ്റ് കിലോമീറ്റർ മീറ്റ് ചെയ്യുന്നത്. അവിടെ അടുത്തുള്ള സർവീസ് സെൻ്റർ ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ കയറിയപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം മിക്സ് ചെയ്തൊക്കെ പലതും പറഞ്ഞു നോക്കി. അവസാനം ഒരു ബില്ല് തന്നു. ബില്ലിൽ പിന്നെ ബാർഗെയിനിങ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ പൈസ കൊടുക്കേണ്ടി വന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് ആണ് അത്രയും എമൗണ്ട് വന്നത്. അങ്ങനെ സാധാരണ അത്രയും എമൗണ്ട് വരേണ്ടതല്ല. നമുക്ക് പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് ആർഗ്യ ചെയ്തൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തോ കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് അടി ഉണ്ടാക്കായിരുന്നു. അതിനുശേഷം 3rd സർവീസ് ഇവിടെ നാട്ടിൽ നിന്നാണ് ചെയ്തത്. അതിലെനിക്ക് വന്നത് 940 രൂപയാണ്. അതിനകത്ത് ജസ്റ്റ് ഒരു ചെക്കപ്പ് മാത്രമേ ഉള്ളൂ, അതായത് ഇൻസ്പെക്ഷൻ എന്ന് പറയും, ജസ്റ്റ് വണ്ടി. ഈ ഇൻസ്പെക്ഷനകത്ത് അവർ മെയിനായിട്ട് പറയുന്നത് എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും, പിന്നെ ബാക്കി ബ്രേക്ക് ചെക്കപ്പ്, ബാക്കി ബ്രേക്ക് പേഡ് ചെക്കപ്പ്, ബാക്കിയുള്ള ഓയിൽ വയറിംഗ് കണക്ഷൻസ്, അങ്ങനെ അതിൻ്റെയൊക്കെ ജസ്റ്റ് ഇൻസ്പെക്ഷൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും എറർ വല്ലതും വന്നിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മീറ്ററിൽ നമുക്ക് കാണിക്കുമല്ലോ, വാണിങ്ങുകളൊക്കെ കാണിക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും വാണിങ് വന്നിട്ടുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രം ബേസിക്കായിട്ടൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നത് മാത്രമാണ് ഈ പറയുന്ന ഈ സർവീസിൽ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഈ സർവീസിൻ്റെ. അതിന് വലിയൊരു എമൗണ്ട് വന്നിട്ടില്ല, ഏകദേശം ഒരു 5,000 രൂപയ്ക്ക് അകത്ത്. അത്ര രൂപയായിട്ടുള്ളൂ ഈ 4 സർവീസ്. ഈ ഹൈദരാബാദിൽ അവർ പറ്റിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത്രയും വരുന്നില്ല. ഏകദേശം ഒരു 5,000 രൂപയ്ക്ക് അകത്ത് ഈ 4 സർവീസ് ചെയ്ത് 25,000 കിലോമീറ്റർ 10 മാസം കൊണ്ട് നമുക്കിപ്പം ഇതിൻ്റെ എക്സ്പെൻസ് ആയിട്ടുള്ളത് ഇതാണ്.